ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സെയിം കാര്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയി നോക്കുമ്പോഴും സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ ഞാൻ കരുതുന്നത് അതന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണത് മറ്റേ എനിക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഡേറ്റ അങ്ങനെ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ല, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഫ്ലോ ചെയ്യുന്നത് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഈ പറഞ്ഞ CPU, മെമ്മറി, കാര്യങ്ങൾ പോലെ ബാക്കിയുള്ള പെരിഫറൽസ് ഉണ്ട്. ഈ പറഞ്ഞ ക്യാമറ, മൈക്രോഫോൺ, അതൊക്കെ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ഡിവൈസസിൻ്റെ പ്രത്യേകതകളാണ്. ഹാർഡ്വെയർ അവിടെ കിടക്കുന്നു, അതിന് മുകളിലാണ് ഈ പറഞ്ഞ യൂസർ സ്പേസ് വരുന്നത്. യൂസർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നിൽക്കുന്ന എല്ലാം യൂസർ സ്പേസിലാണ്. അതിനുശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് വേറൊരു സാധനമുണ്ട്, കേണൽ എന്ന് പറഞ്ഞ സാധനം. ഇപ്പം പറഞ്ഞാൽ ലിനക്സ് ഒക്കെ ഒരു കേണലാണ്. ആൻഡ്രോയിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ലിനക്സ് കേണലാണ്. ആൻഡ്രോയിഡ് റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ എപ്പോഴാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ഡോട്ട് കാണിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഓക്കെ മൈക്രോഫോൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഏതൊരു യൂസർ സ്പേസിലുള്ള ആപ്ലിക്കേഷനും മെഷീൻ്റെ ഏതെങ്കിലും റിസോഴ്സ് എടുക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ ലെയർ കടന്നു പോകണം. എപ്പോഴും വരുന്ന റിക്വസ്റ്റ് കേണലിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, കേണലായിരിക്കും ആ റിസോഴ്സ് തിരിച്ചു കൊടുക്കുന്നത്. ഈ പറഞ്ഞ മിഡിൽ ലെയർ എപ്പോഴും കൺട്രോൾ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും ഹാർഡൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഡിവൈസസ് നിങ്ങളുടെ യൂസർ സ്പേസിലുള്ള ലോജിക്ക് വെച്ചിട്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈക്രോഫോണിൻ്റെ ആക്സസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അതെ. കുറച്ച് ഡേറ്റ, അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങളുടെ ഗൂഗിളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഡേറ്റ സെർച്ച് ഹിസ്റ്ററി, അതായത് കുക്കീസ് സ്റ്റോർ ചെയ്യും. ആ കുക്കി ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൂടെ ആക്സസ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, ഡിവൈസ് ചോദിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ന സാധനം, ക്യാമറ ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, കൊടുക്കണോ വേണ്ടയോ, കോൺടാക്റ്റ് ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് എവിടെ അറിയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അറിയത്തുള്ളൂ ഈ പറഞ്ഞ ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ് പറയുന്നത്, ഇയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുക്കണോ, നിങ്ങളുടെ സമ്മതം ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അലോ ചെയ്തോളാൻ പറയും. ഈ പറഞ്ഞ ആക്സസ് മുഴുവൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു സമയത്ത് നിങ്ങൾ ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നിങ്ങളുടെ ഡേറ്റ ഷെയർ ചെയ്തിട്ട് പറയുന്നത്, ഓക്കെ ഇയാൾ ഇന്ന സെർച്ച് ചെയ്തു എങ്കിൽ നമുക്ക് ആഡ് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പ്യുവർ ഡേറ്റ സയൻസ് ആണ്. അപ്പോൾ ഡേറ്റ ഇല്ലെങ്കിൽ, ഡേറ്റ ഡ്രിവൺ ആണ്. ഡേറ്റ ഇല്ലെങ്കിൽ സാധനം പോയി. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഇപ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ സെയിം കാര്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയി നോക്കുമ്പോഴും സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ ഞാൻ കരുതുന്നത് അതന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണത് മറ്റേ എനിക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം അങ്ങനെ ഡേറ്റ അങ്ങനെ. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ല, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഫ്ലോ ചെയ്യുന്നത് മനസ്സിലാക്കാം. നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ ആണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഈ പറഞ്ഞ CPU, മെമ്മറി, കാര്യങ്ങൾ പോലെ ബാക്കിയുള്ള പെരിഫറൽസ് ഉണ്ട്. ഈ പറഞ്ഞ ക്യാമറ, മൈക്രോഫോൺ, അതൊക്കെ ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ഡിവൈസസിൻ്റെ പ്രത്യേകതകളാണ്. ഹാർഡ്വെയർ അവിടെ കിടക്കുന്നു, അതിന് മുകളിലാണ് ഈ പറഞ്ഞ യൂസർ സ്പേസ് വരുന്നത്. യൂസർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് നിൽക്കുന്ന എല്ലാം യൂസർ സ്പേസിലാണ്. അതിനുശേഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് വേറൊരു സാധനമുണ്ട്, കേണൽ എന്ന് പറഞ്ഞ സാധനം. ഇപ്പം പറഞ്ഞാൽ ലിനക്സ് ഒക്കെ ഒരു കേണലാണ്. ആൻഡ്രോയിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ലിനക്സ് കേണലാണ്. ആൻഡ്രോയിഡ് റീസെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ എപ്പോഴാണ് മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഗ്രീൻ ഡോട്ട് കാണിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം, ഓക്കെ മൈക്രോഫോൺ എനേബിൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഏതൊരു യൂസർ സ്പേസിലുള്ള ആപ്ലിക്കേഷനും മെഷീൻ്റെ ഏതെങ്കിലും റിസോഴ്സ് എടുക്കണമെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേണൽ ലെയർ കടന്നു പോകണം. എപ്പോഴും വരുന്ന റിക്വസ്റ്റ് കേണലിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്, കേണലായിരിക്കും ആ റിസോഴ്സ് തിരിച്ചു കൊടുക്കുന്നത്. ഈ പറഞ്ഞ മിഡിൽ ലെയർ എപ്പോഴും കൺട്രോൾ. അതുകൊണ്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും ഹാർഡൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഡിവൈസസ് നിങ്ങളുടെ യൂസർ സ്പേസിലുള്ള ലോജിക്ക് വെച്ചിട്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈക്രോഫോണിൻ്റെ ആക്സസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ഡേറ്റ, അല്ലെങ്കിൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, നിങ്ങളുടെ ഗൂഗിളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഗൂഗിളിൻ്റെ ഡേറ്റ സെർച്ച് ഹിസ്റ്ററി, അതായത് കുക്കീസ് സ്റ്റോർ ചെയ്യും. ആ കുക്കി ബേസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൂടെ ആക്സസ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത്, ഡിവൈസ് ചോദിക്കും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഇന്ന സാധനം, ക്യാമറ ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, കൊടുക്കണോ വേണ്ടയോ, കോൺടാക്റ്റ് ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് എവിടെ അറിയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അറിയത്തുള്ളൂ ഈ പറഞ്ഞ ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചറാണ് പറയുന്നത്, ഇയാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൊടുക്കണോ, നിങ്ങളുടെ സമ്മതം ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അലോ ചെയ്തോളാൻ പറയും. ഈ പറഞ്ഞ ആക്സസ് മുഴുവൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്, ഏതോ ഒരു സമയത്ത് നിങ്ങൾ ആ എഗ്രിമെൻറ്റിൽ നിങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡേറ്റ ഫ്ലോ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും നിങ്ങളുടെ ഡേറ്റ ഷെയർ ചെയ്തിട്ട് പറയുന്നത്, ഓക്കെ ഇയാൾ ഇന്ന സെർച്ച് ചെയ്തു എങ്കിൽ നമുക്ക് ആഡ് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം പ്യുവർ ഡേറ്റ സയൻസ് ആണ്. അപ്പോൾ ഡേറ്റ ഇല്ലെങ്കിൽ, ഡേറ്റ ഡ്രിവൺ ആണ്. ഡേറ്റ ഇല്ലെങ്കിൽ സാധനം